ഗൈസ് ഗുഡ് മോർണിംഗ്. ആ ഇല്ല, പക്ഷെ കയ്യിൽ കൊടുക്കാം. ഇന്നലെ ഞങ്ങൾ തറവാട്ടിലാണ് കേട്ടോ ഒത്തുകൂടൽ. കാരണം ഞങ്ങൾ അച്ഛൻ്റെ ഒരിക്കലാണ്, മരിച്ചല്ല ഒരിക്കലാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കേട്ടോ തറവാട്ടിൽ. വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ, തറവാട്ടിലായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് അച്ഛൻ മരിച്ചതിൻ്റെ ഒരിക്കലാണ്. അപ്പോൾ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മക്കളൊക്കെ അവിടെയാണ്. ഞാൻ കുളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, കുളിച്ച് കഴിഞ്ഞിട്ട് കയറാം. കുറച്ച് പണികളൊക്കെ ഉണ്ട്, പക്ഷേ കണ്ണനുള്ള ഉറക്കം വരും തോന്നുന്നുണ്ട്. പാലോടിക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വേഗം കുളിച്ചിട്ട് ഓടി വരും. Streets. സിന്ദൂരം കഴിഞ്ഞു ഗൈസ്, കണ്ടോ? ഓക്കെ, അപ്പം ശരി, ഞാനൊന്ന് പോയി വരട്ടെ. ഇനി എനിക്ക് കുഞ്ഞ് ഷോർട്സിൻ്റെ ഒരു വോയിസ് ഓവർ ചെയ്യാനുണ്ട്. വേഗം ഷർപ്പട്ടെന്ന് പറയും. എന്നിട്ട് തറവാട് അമ്മയ്ക്കൊക്കെ വരും തോന്നുന്നുണ്ട്. മുടിയൊക്കെ പിന്നി കെട്ടട്ടെ. തിരുപ്പതി പോകാനൊക്കെ സമയമായി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വേഗം പോയിട്ട് പൈസ അടച്ചിട്ട് വേഗം വീട്ടിൽ പോട്ടെ. ബൈ ബൈ. എന്താ ജിമ്പ അപ്പുലിയായിട്ട് വന്നല്ലേ? കാണുന്നോ? വാ വാ വാ. കണ്ണ വീഴും, കണ്ണ വീഴും. അത് എടുക്കല്ലേ, ചേച്ചിമാര് കളിക്കല്ലേ. കണ്ണ എന്ത് രസം. മുന്തിരി. റെഡി 1 2 3. റെഡി 1 2 3. അടുത്തോടിക്കരുതട്ടോ. വാ ജിമ്പു. കണ്ണ ചെരുപ്പൂത്തി പോവായോ?
കണ്ണ അപ്പൂസേ നല്ല മഴയല്ല അപ്പു. ഇഷ്ടായോ? ആ ഈ ചെരുപ്പിട്ട് പൊക്കോന്ന് പറഞ്ഞു. കണ്ണൻ ഹാപ്പി. ഒറ്റയ്ക്ക് പോവാ? അമ്മ നിക്കവാ കണ്ണാ, അപ്പൊ ചേച്ചിനെ കൊണ്ടാക്കവാ. എങ്ങോട്ടാ? കണ്ണങ്ങോട്ട് പറ്റാത്ത പോവാം. എടാ ചെരുപ്പ് എടുക്കല്ലടാ, അതാ അപ്പൊ ചേച്ചിയുടെ ചെരുപ്പല്ലേ. നോ നോ. ആഹാ ഈ ഒരു പൂവ് കണ്ടോ? ഇതിലുണ്ടല്ലോ നിറച്ച് തേനുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. എപ്പോഴും മറ്റേ സൂചിമുഖി മറ്റേ കുഞ്ഞിക്കുരുവികളൊക്കെ വന്നിട്ട് തേൻ കുടിക്കും ഇതില്. നൈസായി പൂവ്. അമ്മേ എന്താ ജൂ കണ്ണു? അയ്യോ തമ്മിടല്ലടാ. അപ്പൊ ചേച്ചി ചെറുപ്പം ഇട്ടൂട്ടല്ലോ. വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ. എടാ അവിടെ കുന്നാനടാ, നീ വീഴും. പോണ പോക്ക് നോക്കിയമ്മ. അവനിരുന്നോട്ടെ. ആ വന്നമ്മ. ബൈ. എന്തേ? മുട്ടൂത്തി നടക്കണ കുട്ടിയ. നീ എവിടേക്ക് കോടയൊക്കെ എടുത്തിട്ട്? അവള് പിന്നാലെ വീട് അമ്മറോ ഇപ്പൊ ചിരിക്കൂ. അപ്പു കറക്റ്റ് അപ്പുവിനിട്ട് മുഖം കുട്ടിശോഭ തന്നെ അത്. അമ്മ എനിക്കിത് കാണുമ്പോ എപ്പോഴും പാമ്പിന് ഓർമ്മ. ആ എടാ ഉണ്ണിയെ നീ എന്റെ കുട്ടീനെ എടുത്ത് നടന്നാലും അടക്കെങ്കിലും. അയ്യോ നല്ല മഴ വരണം കേട്ടോ. നല്ല ഹെവി മഴ. അടിച്ചു വാരണം, തുടയ്ക്കണം, എല്ലാം കൂടെ ഒന്നും നടക്കുന്നോന്നുണ്ട് എനിക്കറിയില്ല. ദോശ ഉണ്ടാക്കണ്ട് പൊന്നില്ലേ. നമുക്ക് ദോശ അതല്ല വേണ്ടത്. എനിക്ക് പോവുകയാണ്.
അപ്പൊ ഒന്ന് സ്ലീപ്പ് ഓവർ. അമ്മ വരുന്നത് ഓക്കെ ഓക്കെ. ജിംബ നിനക്ക് ഞാനില്ലാതെ സങ്കടം വരില്ലേ? നീയാ പഠിച്ചോളം ഉണ്ടോ കേട്ടോ, ഇച്ചിരി നേരം വായിക്കണം കേട്ടോ. ബുക്ക് എടുത്തിട്ട് വായിച്ചോളാം. കിച്ചുവിന്റെ പണ്ടത്തെ ബുക്ക് ഉണ്ടാവും. നമ്മ പോട്ടെ, കിച്ചുവിനെ വിളിക്കുന്നിട്ട് പോണല്ലോ. ബൈ. ഇന്നിവിടെ പൊറോട്ടയും ചിക്കനും വേണം. കുഞ്ഞിൽ ചിക്കൻ ഉണ്ടാക്കുന്നു, പൊറോട്ട വാങ്ങിക്കണം. ഓക്കെ ബൈ. കുളിച്ചിട്ട് വരാം. കുളിക്കാൻ പോകണം. ചിമ്പു സ്ലീപ്പ് ഓവറിന് പോയി കിച്ചൻ്റെ വീട്ടിലേക്ക്. ഇനി പാപ്പുവിനെ കുളി കഴിഞ്ഞു, കണ്ണനെ കുളിപ്പിക്കണം. അപ്പം ഞാൻ ആദ്യം കുളിച്ചിരുന്ന് റെഡിയാവട്ടെ. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പോയിട്ട് കണ്ണനെ കുളിപ്പിക്കട്ടെ. അടിപൊളിയല്ലേ? നടക്കുന്നു. ഗൈസ്, നമുക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. സിമ്പിൾ മേക്കപ്പ്, കാരണം സോ മെനി ആൾക്കാർസ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യാറുണ്ട്. പോയിട്ട് വരാം. പാർക്കിലാണ് കേട്ടോ, ബർത്ത്ഡേ പാർക്കിൽ. ഞാൻ കണ്ടില്ലല്ലോടാ. അതെ അതെ, മുടിയിരിക്കണ കാണാൻ. മുടിയൊക്കെ പോവാൻ പരിഗണിച്ചിട്ട് കണ്ണ പേടിച്ചതിനെ കണ്ടിട്ട് നടന്നോളൂ. അപ്പോ ഇങ്ങോട്ട് പോയപ്പോ അവർക്ക് എന്തായേ?
ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണ്. ഞങ്ങൾ ഡൈനിങ് ടേബിള് ഇവിടെ കിട്ടു. ഇനി ഈ കുഞ്ഞിക്കട്ടിലുണ്ടല്ലോ, ഈ കുഞ്ഞിക്കട്ടിലല്ല, ഈ കുഞ്ഞിക്കട്ടിൽ ഞങ്ങൾ ഡൈനിങ് ടേബിൾ എടുക്കാൻ പോകും കേട്ടോ. പിന്നെ ഒരു കണ്ടോ, ഞങ്ങളുടെ റൂമെല്ലാം ക്ലീനാക്കി. ഈ റൂം എവറിത്തിങ് കർട്ടൻ്റെ അവിടെ എല്ലായിടത്തും വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇപ്പോൾ ചേഞ്ച് ചെയ്തത് ഈ ഡൈനിങ് ടേബിൾ ഇങ്ങോട്ട് ഇട്ടു, സോഫ ഇങ്ങോട്ടൊക്കെ ആക്കി. ആ കുഞ്ഞൊരു കട്ടിലുണ്ടാവില്ലേ. പിന്നെ ഈ റൂമിൽ സ്റ്റിൽ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. എല്ലാം കൂടെ ഒരു ദിവസം നടക്കില്ല. ഇനി സിറ്റ് ഔട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല, അങ്ങനെ തന്നെയാണ്. ആൻഡ് അനദർ തിങ് ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഞങ്ങൾ ഈ കുഞ്ഞിക്കട്ടിലിട്ടു. അപ്പം ആർക്കെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കിടക്കുകയോ ഫോൺ കാണുകയോ ഫുഡ് കഴിക്കുകയോ ഒക്കെ ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മാറ്റം വരുത്തിയത് ഡൈനിങ് ടേബിൾ ഇങ്ങോട്ട് ഇട്ടാണ് കേട്ടോ. എനിക്ക് വേണം കുറച്ച് നല്ലതായി തോന്നുന്നുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ എപ്പോഴും ഫുഡ് എടുക്കുമ്പോൾ ആ കുഞ്ഞിക്കട്ടിലില്ലേ, അവിടെ ഇരുന്നിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ട് അവർ ഫുഡ് കഴിച്ചിരുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ മേലെ ആർക്കും ഫുഡ് കഴിക്കാൻ താല്പര്യം, കാരണം അത് അവിടെയാണ്, ടി വി ഇവിടെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ മക്കൾക്ക് ടി വി കാണാൻ എനിക്ക് അത്ര ഒരു കംഫർട്ട് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പരിപാടികളുണ്ടായിരുന്നത്. എൻ്റെ അമ്മ ഫുള്ള് കപ്പാസിറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് കിച്ചണിലുണ്ട് കുറേ പരിപാടികൾ, ഞാൻ കാണിച്ചു തരാം. ആകെ ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. മക്കളൊക്കെ കളിക്കാൻ പോയിരിക്കുകയാണ്, ഇനിയും വന്നിട്ടില്ല. കണ്ണനൊക്കെ തറവാട്ടിലാണ് കേട്ടോ. മിസ്സി അടുക്കള ഉണ്ട്, അടുക്കള ഇവിടുന്ന് തൊട്ടതാ ഇവിടം വരെ എല്ലാ സാധനങ്ങളും നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അടിച്ചു വാരി തുടച്ചു അടിഭാഗത്ത്, മേലെ ഭാഗത്തൊന്ന് ഒതുക്കി വെക്കാണ്ട്. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ ഇവിടെ പാത്രങ്ങളൊന്നും അടിയിൽ വെക്കുകയായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ അവിടെ ഈ റാക്കിന്റെ മേലാണ് നമ്മൾ വെച്ചിരുന്നത്, സ്റ്റോർ റൂമിന്റെ മേലെ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ കൈ എത്തിക്കേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒക്കെ അമ്മയുടെ ഒരു വയ്യായ്മയ്ക്ക് അനുസരിച്ചിട്ടുള്ള പരിപാടികളാണ് ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
പോണ മുന്നേ അതല്ല സ്കൂളിൽ പോണ മുന്നേ കുട്ടികൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ അമ്മമാരെ വിളിക്കുമ്പോ എണീക്കണം. പിന്നെ എന്താ വേണ്ടത്? ആദ്യം രാത്രി നേരത്തെ കിടന്നുറങ്ങണം. ഇപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് കിടക്കുക. അച്ഛന്റെ റൂമില് മേലെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിടന്നുറങ്ങാം. AC റൂമില് മേലെ നേരത്തെ ഉറങ്ങണം. നമുക്ക് കുറച്ച് കഥയുടെ ബുക്ക് വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പോ കഥ വായിച്ചത് അമ്മ. അപ്പൊ ഏതൊക്കെ കഥയാ ഇഷ്ടം? എങ്ങനത്തെ കഥയുടെ ബുക്കാ ഇഷ്ടം? കുറുക്കന്റെ ആണോ, മൃഗങ്ങളുടെ ആണോ, അതോ സിൻഡ്രല്ല അങ്ങനെയുള്ളവരുടെ ആണോ, അതോ സ്വാമി കണ്ണൻ, ശ്രീരാമസ്വാമി, ഹനുമാൻ സ്വാമി അങ്ങനത്തെ കഥയാണോ അപ്പോന് ഇഷ്ടം? മൃഗങ്ങളുടെ കഥയാണോ, സ്വാമിമാരുടെ കഥയാണോ, അതോ പിന്നെ വേറെ നമ്മളെ റപ്പാൻസൽ അവരുടെ കഥയാണോ ഇഷ്ടം? ആണോ? അപ്പൊ ഭഗവാന്മാരുടെ കഥ ഇഷ്ടല്ലേ? അപ്പൊ മൃഗങ്ങളുടെ കഥ ഇഷ്ടമുണ്ടോ? അപ്പൊ എല്ലാ കഥയുടെ ബുക്കുകളും വായിക്കാം. എന്നിട്ട് അമ്മ രാത്രി കഥ വായിക്കാം. ഓക്കെ? 3 കഥ വായിച്ചു തരും 3 പേർക്കും. എന്നിട്ട് നിങ്ങൾ ആദ്യം അമ്മയ്ക്ക് നിങ്ങൾ 3 കഥ പറഞ്ഞു തരണം. എന്നിട്ട് നമുക്ക് നേരത്തെ ഉറങ്ങണം. എന്നിട്ട് ഫോണൊക്കെ എടുക്കാൻ അറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പോ ഇങ്ങനെ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൊ കൈ കഴിക്കൂടെ? വെള്ളല്ലേ ഇവിടെ? താങ്ക് യു. എന്റെ ക്യാമറ ഉണ്ടെന്ന് എനിക്ക് വെക്കോ? താങ്ക് യു. അല്ല, ഓമനുണ്ട്. സ്പൂൺ ഇതാ, എനിക്ക് വേണ്ട. സ്പൂൺ അമ്മ കഴിക്കില്ലല്ലോ. എനിക്ക് ഇഷ്ടം അങ്ങനെ കഴിക്കാം. ഞാനല്ല അപ്പൊ വലിയ കുട്ടിയും. ഡോറുണ്ട് അടച്ചു. കാശ് നോക്കട്ടെ. കള്ളന്മാരാണ്. കള്ളന്മാരെ പോലെ എടുത്തല്ല. നീ എത്ര ഉണ്ട്? അപ്പൊ ഈ കാശും കൊണ്ട് പോയിട്ട് നമുക്ക് ഹോർലിക്സ് വാങ്ങിച്ചിട്ട് നടക്കും. ഇതിന്റെ സംഭവം എന്നറിയുമ്പോ ഞങ്ങളുടെ 7 രൂപ കൊണ്ട് വാങ്ങിച്ചിട്ട് വരാം. നീ ഇവിടെ നിന്നോ, ഞങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു തരാം. പോയിട്ട് വാങ്ങിച്ചിട്ട് കേട്ടോ. ഇത് പൊക്കാണത് ഭൂതങ്ങളെ. ഈ 1 രൂപ
കിട്ടാനാ ഇനിയുണ്ടോ? ഇല്ലടാ മോനെ, എത്ര അമ്മമ്മ ചെയ്തെന്ന് പറയില്ല കേട്ടോ. അമ്മമ്മ നിങ്ങളെ മുത്തുമണിയല്ല. അമ്മമ്മ പറയും അപ്പോ എന്ന് പറയുള്ളൂ. അമ്മമ്മോട് ആദ്യം നമ്മുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നോക്കിയേ, അമ്മമ്മ ഞാനും അമ്മയും കൂടി അമ്മമ്മയുടെ ഹോർലിക്സ് മുഴുവൻ കഴിച്ചു പറഞ്ഞൊക്കെ. അപ്പൊ അമ്മമ്മ പറയും ഇങ്ങോട്ടൊക്കെ അപ്പോ അത്രേ പറയില്ല. അമ്മമ്മ ചീത്തത് പറയില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോഴേ ഇവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഡൊക്കെ എനിക്കൊന്ന് വൃത്തിയാക്കണം. അപ്പൊ വൻ പരിപാടിയാണ്. അപ്പൊ കം ജോയിൻ വിത്ത് മീ. ഓക്കെ, നീ അടിക്കാം. കാരണം അവിടെ ബേബി ഉണ്ടല്ലോ. എവിടേക്ക് വെച്ചെന്ന് വെച്ച് ആ സൈഡിൽ കേട്ടോ. ഇഷ്ടം മറ്റേ പാത്രം എടുക്കാൻ നോക്കണേ. അങ്ങനെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഒരു പലചരക്ക് കടയാണ് ഈ ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഫ്രിഡ്ജ് എനിക്ക് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചു ഫ്രിഡ്ജാണ് കേട്ടോ. എത്രയായിരുന്നു? 10ൻ്റെ അടുത്തുണ്ടായിരുന്നു അല്ലേ?
10 അമ്മ 10. പക്ഷെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഈ ഫ്രീസറിൻ്റെ ഈ ഭാഗം ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു സീനുണ്ട്. അല്ലാതെ എല്ലാം സംഭവം സെറ്റാണ് കേട്ടോ. അയ്യോ അയ്യോ, തുപ്പണേ? നോക്കൂലേ ബേബി? ഇപ്പൊ വായല് വിരലിടും, കണ്ണില് വിരലിടും. കേറി അടുത്തിരിക്കട്ടെ, നിങ്ങളൊന്ന് വിട്ട് ബേബി. ഓ ഓ ഓ തട്ടിക്കൊടുത്ത കണ്ണ.